Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. BMCയുടെ മാന്യ പ്രേക്ഷകർക്ക് മനസാ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യ സമൂഹത്തെ ഒന്നാകെ തിന്മയിൽ നിന്നടർത്തി നന്മയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു മഹത്തായ സന്ദേശമാണ് ഓരോ ഈസ്റ്റർ ദിനവും നമുക്ക് നൽകുന്നത്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും സ്മരണകൾ ഉയർത്തുന്ന ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും BMCയുടെ മാന്യ പ്രേക്ഷകർക്ക് നേരുകയാണ്. എന്നത്തെയും പോലെ നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കലിനെ. നമസ്കാരം സാർ. നമസ്കാരം ഷിനോയ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഈസ്റ്റർ. സെയിം ടു യു. സാറേ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് സാറിന് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഈ ഈസ്റ്റർ ദിനത്തിൽ കൊടുക്കേണ്ട സന്ദേശം പ്രിയപ്പെട്ട ഷിനോയി നല്ല ഭാഷയിൽ അറിയിച്ച് കഴിഞ്ഞു. ഞാനത് കേട്ടു. വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ പെരുന്നാളാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പെരുന്നാൾ. മനുഷ്യ മനസ്സുകളിൽ സമാധാനത്തിൻ്റെ കുഞ്ഞോളം ജനിപ്പിക്കുന്ന പെരുന്നാൾ. ഈ പെരുന്നാളിൽ കൂടെ സർവ്വലോകത്തിനും ആശങ്കയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആശയിലേക്ക് വരുന്നതിനുള്ള തദ്വാര ഒരു സമാധാനം മനുഷ്യ മനസ്സുകളിൽ ജനിപ്പിക്കുന്നതിനുള്ള അവസരമാണ് ജീസസ് ക്രൈസ്റ്റ് തൻ്റെ പുനരുത്ഥാനത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഈ ജീവിതത്തിന് ശേഷം എന്ത് എന്നുള്ളതിന് വ്യക്തമായ ഒരു മറുപടി, ഈ ജീവിതത്തിന് ശേഷം എന്ത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു മറുപടിയാണ് പാതാളഗോപുരത്തിൻ്റെ ഓടാമ്പലുകളെ തട്ടി തകർത്തുകൊണ്ട് മൃതരായി കഴിഞ്ഞിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം അറിയിച്ച് അവരെ പരദീസയിലേക്ക് ആനയിക്കുക എന്ന് പറയുന്നത് മഹത്തായ ഒരു കർമ്മമല്ലേ? അതാണ് സമാധാനം. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ആദാമും ഹവ്വായും ആദ്യം ഏദൻ തോട്ടത്തിലാണ് ജീവിച്ചത്. അവർ തെറ്റ് ചെയ്തുകൊണ്ട് ആദ്യ മനുഷ്യനായ ആദാമിനെയും ഹവ്വായെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കപ്പെട്ട അവരെ, അവരുടെ ജാതിയെ മുഴുവൻ തിരിച്ച് ആ പറുദീസയിലേക്ക്, ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദൃഷ്ടാന്തീകരിക്കപ്പെട്ട ഒരു മഹത്തായ സംഭവമാണ് ഈസ്റ്ററിലൂടെ ക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് സമാധാനം. ഇന്ന് സമാധാനമുള്ളവർ എത്ര പേരുണ്ട്? സമാധാനമില്ലാതെ കിടക്കയിൽ കിടന്ന് ഇടത്തോട്ടും വലത്തോട്ടും രാത്രിയിൽ ഉരുളുന്നവരല്ലേ ഭൂരിഭാഗവും. അവർക്ക് ഈസ്റ്റർ സമാധാനം നൽകട്ടെ. ആ സമാധാനം ഹൃദയത്തിൽ
മുളയ്ക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ആരംഭിക്കാം. സാർ, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. മനസാവാച കർമ്മണ എന്ന് പറയുന്ന നമ്മുടെ ഈ പരിപാടിയുടെ 12ാമത്തെ എപ്പിസോഡിലാണ് ഇന്ന് നമ്മൾ. ഈ 12ാമത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഈ ഈസ്റ്റർ ദിനത്തിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു വിഷയം സഹനം എന്നുള്ളതാണ്. ഈ ഒരാഴ്ച മുഴുവൻ ക്രിസ്ത്യാനികൾ സഹനത്തിൻ്റെ ശുശ്രൂഷയിൽ കൂടെയായിരുന്നു. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് പുൽക്കൂട്ടിൽ ജനിച്ച് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് മനുഷ്യനൊക്കെ നന്മ ചെയ്ത് അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാനത്തിൽ വലിയ പീഠാനുഭവത്തിൽ കൂടെ കടന്നുപോയി. ഓശന്ന പാടിയവർ തന്നെ അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു. അതാണല്ലോ ഷിനോയി നമ്മുടെയൊക്കെ സ്വഭാവം. ഒരു ദിവസം സ്തുതി പാടുക, അടുത്ത ദിവസം വേണ്ടാത്തത് നമ്മളെക്കുറിച്ച് പറയുക. അപ്പോൾ ഓശാന പാടിയ നാവുകളിൽ നിന്ന് അവനെ ക്രൂശിക്കുക എന്ന ആർത്തുവിളി ഉണ്ടായപ്പോൾ അത് കേട്ടുകൊണ്ട് നിന്നിരുന്ന യേശുക്രിസ്തു അടുത്തു നിന്നിരുന്ന ആ തൂണിനെ കെട്ടിപ്പിടിച്ചു. എന്ത് സഹനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്! ആ സഹനം അവിടെ നിൽക്കുന്നില്ല. പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് കുറ്റം വിധിക്കപ്പെട്ട് ക്രൂശിപ്പാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെടുമ്പോൾ മുതൽ ഉണ്ടായ വേദന, ഗോൽഗുഥ മലയുടെ ഉയരങ്ങളിൽ 3 ആണികളാൽ തൂക്കപ്പെട്ട ആ സന്ദർഭത്തിൽ ഉണ്ടായ വേദന, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ ആ ഉള്ളിലുണ്ടായിരുന്ന അനുകമ്പ, സ്നേഹം, കരുണ, സർവോപരി സഹനശക്തി, അവസാനം ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കുന്ന ആ അവസ്ഥ, ഈ അവസ്ഥയിലെല്ലാം പീഡയുടെ അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ പീഡാനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ദൃഷ്ടാന്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഷിനോയി സഹനമാണ്. നമുക്ക് ചുറ്റുമുള്ളവരെയും ചുറ്റുമുള്ള സാഹചര്യത്തെയും നമുക്ക് സഹിക്കാൻ കഴിയുമെങ്കിൽ, നമുക്ക് വഹിക്കാൻ കഴിയുമെങ്കിൽ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകും. സഹിക്കുവാനുള്ള ശക്തിയില്ലാത്തവരെ നമ്മൾ ഓരോരുത്തരും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളെ കുത്തുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമുക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, ശകാരങ്ങളുണ്ടാകുമ്പോൾ, മുൻപിൽ വന്ന് നിന്നുകൊണ്ട് മുഖത്ത് നോക്കി തെറ്റ് ചെയ്തു എന്ന് പറയുന്നതിനെ നമുക്ക് സഹിക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ ഒളിവിലും മറവിലും ഇരുന്നു കൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ ശകാരിക്കുകയും മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ സഹനശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഷിനോയി, എന്നെ സഹിക്കുന്നില്ലേ ഷിനോയി? ഞാനിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ എത്ര ക്ഷമയോടുകൂടെയാണ്, ഒരു പുഞ്ചിരിയോടുകൂടെയാണ് പറഞ്ഞോളൂ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് എന്നെ ഷിനോയി ഇപ്പോൾ വഹിക്കുന്നത്. അപ്പോൾ സഹനം എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. സാറേ, സ്നേഹം കൊണ്ട് സഹിക്കുമ്പോഴേ അതിനകത്ത് നമുക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ട്. ചില കേസിലൊക്കെ നിവൃത്തികേട് കൊണ്ട് സഹിക്കുന്നവരുണ്ട്. ഇപ്പം കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ചില നിവൃത്തികേട് കൊണ്ട് സഹിക്കേണ്ടി വരും. അങ്ങനെ സഹിച്ചു പോകുന്നതാണോ നല്ലത്, അതോ ഈ നിവൃത്തികേട് വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോടോ അല്ലെങ്കിൽ ആ വ്യക്തിയോടോ അല്ലെങ്കിൽ സമൂഹത്തോടോ പറഞ്ഞ് തിരുത്തി പോകുന്നതാണോ നല്ലത്? സാറിൻ്റെ അഭിപ്രായം എന്താ? സ്നേഹത്തോടെ സഹിക്കുക. നമ്മുടെ വീട്ടിലെ ഇളയ മകന് അവൻ്റെ ചാബല്യത്തിൽ
ചില കർമ്മങ്ങളൊക്കെ വീട്ടിൽ നിർവഹിച്ചാൽ അത് അച്ഛനും അമ്മയും നോക്കിയിരുന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അങ്ങ് സഹിക്കും. ചിലപ്പോൾ ഒരു പാത്രം അവൻ തല്ലി പൊട്ടിച്ചെന്നിരിക്കും, ഒരു പുഞ്ചിരിയോടെ ആയിരിക്കും അത് സഹിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ അവനോട് അദമ്യമായ അളവില്ലാത്ത സ്നേഹമുണ്ട്, അതിരുകഴിഞ്ഞ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ആ സഹനത്തിനും ഒരു നൈർമല്യമുണ്ട്, ആ സഹനത്തിനും ഒരു നൈർമല്യമുണ്ട്. എന്നാൽ സഹിക്കാൻ വേണ്ടി അങ്ങ് സഹിക്കുക, അതായത് ഭാര്യ ഭർത്താവിനോട് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ കുറ്റവും ഭർത്താവിൻ്റെ കുറ്റവും എല്ലാം പറഞ്ഞിട്ട് കുറ്റം പറച്ചിലോട് കുറ്റം പറച്ചിൽ. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എടോ കുടുംബജീവിതം ഊഷ്മളമാക്കുന്നതിന് അങ്ങ് ക്ഷമിക്കരുതോ സഹിക്കരുതോ എന്ന്. അത് ഓർമ്മ വരുമ്പോൾ നമ്മളങ്ങ് സഹിക്കട്ട് സഹിക്കുക എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സഹനവുമുണ്ട്. ഈ രണ്ട് സ്നേഹമല്ലേ, അല്ല ഈ രണ്ട് സഹനമല്ലേ ഷിനോയ് ഉദ്ദേശിച്ചത്? അതെ അതെ. ഇപ്പം സാറ് എന്നോട് പറഞ്ഞ പോലെ സാറിനെ സഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അത് സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ്. മനസ്സിലായി എനിക്ക്, അത് പറയണ്ട, എനിക്ക് മനസ്സിലായി. പക്ഷെ നിവൃത്തികേട് കൊണ്ടുള്ളത് വേറെയാണ്. നിവൃത്തികേട് കൊണ്ട് സഹിക്കുക എന്ന് പറയുന്നതിനാണ് വാസ്തവത്തിൽ വില കൂടുതൽ. എനിക്ക് മറ്റൊരു നിവൃത്തിയുമില്ല. എന്നെയും എനിക്കുള്ളവരെയും എൻ്റെ പരിസരങ്ങളെയും എന്നെ തൂക്കി നോക്കുന്നവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാനങ്ങ് സഹിച്ചു കൊടുക്കുകയാണ്. ആ സഹനത്തിന് ഒരുപാട് വിലയുണ്ട്. സ്നേഹം കൊണ്ടുള്ള സഹനത്തിന് വില അത്രയുമില്ല. സാറേ, ഒരു ചോദ്യം. അവിടെ നമ്മുടെ വ്യക്തിത്വത്തെ അത് ഹനിക്കുന്നില്ലേ? നമുക്കൊരു വ്യക്തിത്വമുണ്ട്, പക്ഷേ എനിക്ക് പറയേണ്ട കാര്യങ്ങളാണ്, പക്ഷേ ഞാൻ എൻ്റെ നിവൃത്തികേട് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിലനിർത്താൻ വേണ്ടിയിട്ടോ ഞാനത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അതെൻ്റെ ഒരു വ്യക്തിത്വത്തെ ബാധിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഷിനോയ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ സഹിക്കുമ്പോൾ ഒരു തൃപ്തിക്ക് വേണ്ടി, ഒരു സംതൃപ്തിക്ക് വേണ്ടി, മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സഹനം ഞാൻ സ്വീകരിക്കുകയാണ് നിവൃത്തികേട് കൊണ്ട്. ആ സഹനത്തിന് വെയിറ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വെയിറ്റ്, വില പിടിച്ച ഒരു സാധനം, ഒരു നല്ല ഷർട്ട്, ഒരു 10-50 ദീനാറിൻ്റെ വിലയുള്ള ഒരു ഷർട്ട് ഇട്ട് നടക്കുമ്പോൾ 50 ദീനാറെന്ന് അതിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ആ ഇടുന്ന ആളിന് ഒരു പ്രത്യേക അഭിമാനം ഉണ്ടാവും. ഞാൻ ഇട്ടിരിക്കുന്നത് 50 ദീനാറിൻ്റെ ഷർട്ടാണ്. 10 ദീനാറിൻ്റെ ഷർട്ട് ഇടുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ ഉള്ള ഒരു സംതൃപ്തി. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ വില കൂടിയോണ്ടാണ്. അതുപോലെ ഈ സഹനത്തിന് വില കൂടുതലാണ്. പക്ഷെ അവിടെ മിണ്ടാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടി ശാന്തമായിരിക്കുക. ഈ സഹനത്തിന് നമ്മളെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്ത ആളിന് ഒരു സോഫ്റ്റ് ടൈം വരും. ആ സന്ദർഭത്തിൽ ചെന്നിട്ട്, അതേ 1 മണിക്കൂർ മുമ്പ് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളിൽ എത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതല്ലേ? കൃത്യമായും വ്യക്തമായും ആ സംഭവത്തിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നാം ധരിച്ചിരിക്കുന്ന അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ആ സംതൃപ്തി ഒന്നുകൂടെ കൂട്ടുക എന്നുള്ളത് നല്ല കർമ്മമാണ്. അല്ലാതെ ഉടനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തമ്മിലുള്ള വാഗ്വാദത്തിൻ്റെ ശക്തി കൂടുകയും അത് മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് സഹനം ഏത് തരത്തിലുള്ളതായിരുന്നാലും ശരി, അതിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു വിലയുണ്ട്. ആ സഹനത്തിൻ്റെ ഒടുവിൽ നാം ഉണ്ടാക്കാൻ പോകുന്ന മനസ്സമാധാനമെന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒന്നാണ്. ആ സഹനമാണ് ജീസസ് ക്രൈസ്റ്റ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. സഹിക്കുക, വഹിക്കുക.
ഷിനോയി, ഞാനൊരു ഉദാഹരണം പറയാം. ഈയിടെയായിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. ഒരു കഥയാണ്. ഒരു വീട്ടിലെ അമ്മ അവരുടെ കൗമാരപ്രായത്തിലെത്തിയ മകന് ആ അമ്മ ചെയ്യുന്ന കർമ്മം കണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അമ്മ എന്താ ചെയ്തത്? അടുത്ത വീട്ടിലുള്ള അമ്മയെ, അവർ കൂട്ടുകാരാണ്, വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ഉപ്പ് വേണം എന്ന് പറഞ്ഞു. ഉപ്പ് കാരമില്ലാതെ പോയാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. ഉപ്പിൻ്റെ കാരമാണല്ലോ ഉപ്പിനെ ഉപ്പാക്കുന്നത്. മനുഷ്യൻ പോലും ലോകത്തിൻ്റെ ഉപ്പാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മച്ചി അടുത്ത വീട്ടിലെ അമ്മച്ചിയോട്, എടീ മറിയാമ്മേ, ഉപ്പുണ്ടോടി, ഒരു ശകലം ഉപ്പ് വേണമല്ലോ. മറിയാമ്മ ഓടിച്ചെന്ന് ധൃതിയിൽ അവരുടെ അടുക്കളയിൽ പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ആ ഉപ്പുകല്ലെടുത്തു കൊണ്ടുവന്ന് കുറച്ച് ഈ അമ്മച്ചിക്ക് കൊടുത്തു. സംതൃപ്തിയോടെ ആ അമ്മച്ചി ഇങ്ങ് തിരിച്ചു വന്നപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന കൗമാരപ്രായത്തിലെത്തിയ ആ അമ്മച്ചിയുടെ മകൻ ചോദിക്കുക, അമ്മേ, ഇവിടെ അടുക്കളയിൽ ഒത്തിരി ഉപ്പ് ഇരിപ്പുണ്ടല്ലോ, അമ്മ എന്തിനാ പോയി അടുത്ത വീട്ടിലെ ആ അമ്മച്ചിയോട് ഉപ്പ് കടം ചോദിച്ചത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ആ അമ്മ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ആ അമ്മ പറഞ്ഞു, മോനെ, എപ്പോഴും അങ്ങേ വീട്ടിൽ എന്തെങ്കിലും ഇല്ലാതെ വരുമ്പോൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാനത് കൊടുക്കാവുന്ന അളവിൽ കൊടുത്തിട്ടുമുണ്ട്. അരി കഞ്ഞി വെക്കാനില്ലാതെ വരുമ്പോൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി അവിടെ ഇല്ലാതെ വരുമ്പോൾ അത് ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഉള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും എന്നോട് വന്ന് ചോദിക്കും. ഈ എപ്പോഴും ചോദിക്കുന്ന അങ്ങേ വീട്ടിലെ ആ അമ്മയ്ക്ക് ഒരു മനപ്രയാസം ഉണ്ടാകും. എപ്പോഴും എൻ്റെ ഇല്ലായ്മ കൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും ചെന്ന് അടുത്ത വീട്ടിൽ ചെന്ന് ഇത് ചോദിക്കേണ്ടി വരുന്നത് എന്നൊരു തോന്നലുണ്ടാവും. ആ തോന്നലുണ്ടാവാതെ ഇരിക്കാനാണ് ഞാൻ അവരോട് ഒരു പ്രാവശ്യം ഉപ്പ് കടം ചോദിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ എന്തിനാണത് ചെയ്തത്? ഞാനത് ചെയ്തത് അങ്ങേ വീട്ടിലെ അമ്മയ്ക്ക് എന്നോട് കടം ചോദിക്കുന്നതിന് ഇല്ലാത്ത അവസ്ഥകളിൽ ഉള്ള സാധനങ്ങൾ എന്നിൽ നിന്നും പറ്റുന്നതിന് വേണ്ടി ചോദിക്കുന്നതിൽ മടി വേണ്ട എന്ന ഒരു ഉൾവികാരം അവരിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ഇവിടെ ഈ വീട്ടിലെ അമ്മ പണക്കാരിയാണ്, അവർക്ക് ആഠ്യത്വമുണ്ട്. പക്ഷേ അവർ സഹിക്കുകയാണ്. അവരുടെ വ്യക്തിത്വം മറ്റേ ആളിൻ്റെ മുമ്പിൽ പണയപ്പെടുത്താതെ ആ വ്യക്തിത്വത്തിൻ്റെ തിളങ്ങുന്നതായ വശം കാണിച്ചു കൊടുത്തിട്ട്, നീ ഇനിയും എന്നോട് ചോദിച്ചോളൂ, ഞാനും ആ അവസ്ഥയിലാകാം ഒരു കാലത്ത് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന, സ്വയം താഴ്ത്തുന്ന ഒരവസ്ഥ. അതാണ് സഹനം. താഴാൻ പഠിക്കണം. നമ്മളാരും താഴാൻ തയ്യാറല്ലല്ലോ. താഴാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ അടിയും പിടിയും ഒക്കെ ചുറ്റുപാടും ഉണ്ടാകുമോ? ഷിനോയുടെ അഭിപ്രായം എന്താ? അതെ, താഴാൻ തയ്യാറാകുകയാണെങ്കിൽ അടിയും പിടിയും ഉണ്ടാകാറില്ല. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഇതുണ്ടാവും. സാറേ, എങ്കിലും എനിക്കൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, ചോദിച്ചോട്ടെ? ചോദിക്കാം. സാറേ, ക്ഷമിക്കണം, സഹിക്കണം എന്നൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് എളുപ്പമാണ്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക്, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചാണല്ലോ എനിക്ക് പറയാൻ പറ്റുക, എനിക്ക് പലപ്പോഴും പല അവസരങ്ങളിലും സാധിച്ചിട്ടില്ല. സാറിൻ്റെ ജീവിതത്തിൽ സാർ ഒത്തിരി കുട്ടികൾക്കും മുതിർന്നവർക്കും കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്. സാർ അവരോടും പറഞ്ഞിട്ടുണ്ടാവണം സഹിക്കുക, ക്ഷമിക്കുക എന്നൊക്കെ. പക്ഷേ സാറിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അതെത്രത്തോളം സാറിന് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്? അതിനകത്തൊരു പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാറിൻ്റെ അഭിപ്രായം? ഷിനോയി, ഞാനൊരു മനുഷ്യനാണ്, മാലാഖയല്ല. എനിക്ക് എൻ്റേതായ ബലഹീനതകളുണ്ട്. ഷിനോയി പറയുന്നത് 100% സത്യമാണ്. എനിക്ക് പറയാനേ പറ്റുള്ളൂ. പറയുന്നത് പ്രവൃത്തിയിലാക്കുന്നത് പറയുന്നതിൻ്റെ 1% മാത്രമേ ഏത് മനുഷ്യനും സാധിക്കുകയുള്ളൂ.
100% പ്രാവർത്തികമാക്കാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ അവൻ മാലാഖയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലും പറയാനല്ലാതെ അത് പ്രവൃത്തി കൊണ്ടുവരുവാൻ എനിക്ക് പൂർണ്ണമായും സാധിച്ചിട്ടില്ല. തെറ്റുകളും കുറ്റങ്ങളോടും കൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനും. സഹനമെന്നത് ഉൾക്കൊള്ളുവാനും അതിനെ ജീവിതത്തിൽ 100% പ്രാവർത്തികമാക്കുവാനും പരിശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ആ പരിശ്രമത്തിൽ ഞാൻ വിജയിച്ചു എന്നുള്ളതിൽ എനിക്കൊരു അവകാശവാദവുമില്ല. ഞാനും അപരിപൂർണനായ ഒരു മനുഷ്യജീവിയാണ്, മാലാഖയല്ല ഷിനോയ്. മനുഷ്യരാണ് താഴേണ്ടത്, മൃഗങ്ങളല്ല. താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഇതായിരിക്കട്ടെ ഈസ്റ്ററിൻ്റെ സന്ദേശം. നമ്മെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു സമാധാനപൂർണമായ ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഷിനോയിലേക്ക് ഞാൻ കൈമാറുന്നു. താങ്ക് യു സർ. ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഞങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യാശ നമ്മളെ ഒരിക്കലും നിരാശരാക്കുകയില്ല. സഹനത്തോടും സന്തോഷത്തോടും കൂടെ നമ്മുടെ ജീവിതങ്ങളെ പാകപ്പെടുത്തിയെടുക്കാം. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ. മനസ വാച കർമ്മണ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.